കരൾ ആരോഗ്യമുള്ളതാണോ? അതിനെപ്പറ്റി ചിന്തിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ലോകത്ത് ഏറ്റവും വേഗത്തിൽ ഫാറ്റി ലിവർ വ്യാപിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യ 3-ാം സ്ഥാനത്താണ്. ഇന്ത്യൻ ജനസംഖ്യയിൽ 10 പേരിൽ 4 പേർക്കും ഫാറ്റി ലിവർ രോഗം ബാധിച്ചിട്ടുണ്ടെന്നും ഇതിൽ 74% ആളുകളുടെയും സാധാരണ രക്തപരിശോധനകളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നില്ലെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. മദ്യപാനം മാത്രമല്ല, അനാരോഗ്യകരമായ ജീവിതശൈലിയും അമിതവണ്ണവും ഈ ആരോഗ്യാവസ്ഥയ്ക്ക് പ്രധാന കാരണങ്ങളാണ്. 2050 ആകുമ്പോഴേക്കും ആഗോളതലത്തിൽ 200 കോടിയിലേറെ പേർക്ക് ഫാറ്റി ലിവർ ഉള്ളവരാകുമെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു. ലാൻസെറ്റ് ഗ്ലോബൽ നടത്തിയ പഠനത്തിലാണ് ഈ കാര്യം വ്യക്തമാക്കിയത്. അമിതവണ്ണം, ഉദാസീനമായ ജീവിതശൈലി, ടൈപ്പ് 2 ഡയബറ്റിസ് കേസുകൾ കൂടുന്നത് എന്നിവയാണ് ഇതിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകങ്ങളെന്നും പഠനം പറഞ്ഞിരുന്നു. പലപ്പോഴും അപകടകരമാകുന്നതുവരെ രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നില്ല എന്നതാണ് ഫാറ്റി ലിവറിന്റെ പ്രധാന വെല്ലുവിളി. എന്താണ് ഫാറ്റി ലിവർ? കരളിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ. ആരോഗ്യവാനായ ഒരാളുടെ കരളിൽ കൊഴുപ്പ് വളരെ ചെറിയ അളവിലോ അല്ലെങ്കിൽ ഒട്ടുമല്ലാതെയോ ആയിരിക്കും. എന്നാൽ കൊഴുപ്പിന്റെ അളവ് കരളിലെ കോശങ്ങളുടെ മൊത്തം ഭാരത്തിന്റെ 5% കൂടുതലാകുമ്പോഴാണ് ഇത് ഒരു രോഗാവസ്ഥയായി മാറുന്നത്. 2 തരത്തിലാണ് ഫാറ്റി ലിവർ പ്രധാനമായും കാണപ്പെടുന്നത്. ഇതിൽ ഒന്നാമത്തേതും വ്യാപകമായി കാണപ്പെടുന്നതും മദ്യപിക്കുന്നതിന്റെ ഭാഗമായി വരുന്ന ഫാറ്റി ലിവറാണ്. രണ്ടാമത്തേത് മദ്യപിക്കാത്തവരിൽ കാണപ്പെടുന്നതും. സ്ഥിരമായി മദ്യപിക്കുന്നവരിൽ ഫാറ്റി ലിവറിന് സാധ്യതയുണ്ട്. ജീവിതശൈലിയിലെ പ്രശ്നങ്ങൾ, പ്രമേഹം, അമിതവണ്ണം, ഉയർന്ന കൊളസ്ട്രോൾ തുടങ്ങിയവയാണ് മദ്യപിക്കാത്തവരിൽ ഫാറ്റി ലിവറിലേക്ക് നയിക്കുന്നത്. കുട്ടികളിലും യുവാക്കളിലും വ്യാപകമായി കാണുന്ന നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ തീർത്തും ഒരു ജീവിതശൈലി രോഗമാണ്. ഹെപ്പറ്റൈറ്റിസ് സി, വിൽസൺ രോഗം തുടങ്ങിയ ചില രോഗങ്ങളുടെ ആദ്യ ലക്ഷണമായും ഫാറ്റി ലിവർ പ്രത്യക്ഷപ്പെടാം. എന്നാൽ ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഫാറ്റി ലിവർ വ്യാപിക്കുന്ന 3-ാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയെന്ന് കണക്കുകൾ പറയുന്നു. 2010 മുതൽ 2021 വരെയുള്ള കണക്ക് പ്രകാരം ഫാറ്റി ലിവർ കേസുകളുടെ വർധന നിരക്ക് ഇന്ത്യയിൽ 13.2%. 16.9% വർധനവുമായി ചൈനയും 13.3% വർധനയുമായി സുഡാനുമാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത്. മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ അസോസിയേറ്റഡ് സ്റ്റീറോട്ടിക് ലിവർ ഡിസീസ് എന്നറിയപ്പെടുന്ന നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസാണ് ഇന്ത്യക്കാർക്കിടയിൽ അതിവേഗം പടരുന്നത്. അമിതവണ്ണമുള്ളവരിലും പ്രമേഹമുള്ളവരിലുമാണ് ഇത് കൂടുതലായും കണ്ടുവരുന്നത്. അമിതവണ്ണമുള്ളവരിൽ 70 മുതൽ 80% വരെയും ടൈപ്പ് 2 പ്രമേഹമുള്ളവരിൽ 60 മുതൽ 70% വരെയും MASLD ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പലപ്പോഴും അപകടകരമാകുന്നതുവരെ രോഗലക്ഷണങ്ങൾ പ്രകടമാകില്ല എന്നതായിരുന്നു ഈ രോഗത്തെക്കുറിച്ചുള്ള വലിയ ആശങ്ക. എന്നാൽ ഫാറ്റി ലിവറിന്റെ ലക്ഷണങ്ങൾ കണ്ണുകളിൽ പ്രകടമാവുമെന്ന് പറയുകയാണ് ട്രാൻസ്ലേഷണൽ മെഡിസിനിൽ പങ്കുവച്ച പഠനം. പ്രകടമാകുന്ന ലക്ഷണങ്ങൾ പരിശോധിച്ചാൽ കണ്ണുകളുടെ മഞ്ഞ നിറമാണ് ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത്. കരൾ കോശങ്ങളിലെ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് മൂലം കരളിൽ അമിതമായ അളവിൽ ബിലിറൂബിൻ അടിഞ്ഞുകൂടുമ്പോൾ കണ്ണുകൾ മഞ്ഞ നിറമാകാൻ സാധ്യതയുണ്ട്. കണ്ണുകളുടെ മഞ്ഞ നിറമോ മഞ്ഞപ്പിത്തമോ കരളിന്റെ പ്രവർത്തനത്തിലെ തകരാറിനെ സൂചിപ്പിക്കുന്നു. വരണ്ടതും അസ്വസ്ഥതയുമുള്ള കണ്ണുകളാണ് മറ്റൊരു ലക്ഷണം. ഈർപ്പമില്ലാത്തതും വരണ്ടതും അസ്വസ്ഥവുമായ കണ്ണുകൾ പലപ്പോഴും കരളിന്റെ പ്രവർത്തനത്തിലെ തകരാറുകളുടെ ഫലമായിരിക്കാം. കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് അല്ലെങ്കിൽ ക്ഷീണിച്ച കണ്ണുകളാണ് പ്രകടമാകുന്ന മറ്റൊരു ലക്ഷണം. കരളിന്റെ പ്രവർത്തനം തകരാറിലാകുമ്പോൾ അത് കണ്ണുകൾക്ക് ചുറ്റും കറുപ്പ് വീഴാനും വിട്ടുമാറാത്ത ക്ഷീണത്തിനും കാരണമാകും. വിശ്രമിച്ചതിനു ശേഷവും കണ്ണിന് തളർച്ചയും കണ്ണിന് ചുറ്റും കറുത്ത വളയും കാണുന്നുണ്ടെങ്കിൽ കരളിന്റെ ആരോഗ്യം തകരാറിലാണെന്നോ പരിശോധിക്കണം. കണ്ണുകളിലെ ഈർപ്പം കുറഞ്ഞ് വരണ്ടിരിക്കുന്നത് മറ്റൊരു ലക്ഷണമാണ്. വീക്കം, മെറ്റബോളിക് തകരാറുകൾ എന്നിവ മൂലവും കണ്ണിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാം. മങ്ങിയ കാഴ്ചയാണ് മറ്റൊരു ലക്ഷണം. പ്രമേഹം, മെറ്റബോളിക് സിൻഡ്രം തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങൾ ഇതിനകം കണ്ടെത്തിയിട്ടുള്ള ആളുകൾക്ക് ഫാറ്റി ലിവർ രോഗം ഒരു പ്രധാന അപകടമാണ്. ചില സന്ദർഭങ്ങളിൽ അപൂർവമാണെങ്കിലും മങ്ങിയ കാഴ്ച ഫാറ്റി ലിവറിന്റെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കണ്ണുകൾക്ക് ചുറ്റുമുള്ള വീക്കമാണ് മറ്റൊരു ലക്ഷണം. കണ്ണിന്റെ ജൈവരാസ പ്രവർത്തനങ്ങൾ കാരണം കണ്ണുകൾക്ക് ചുറ്റുമുള്ള ഭാഗത്ത് ദ്രാവകം നിലനിർത്താൻ തുടങ്ങുമ്പോൾ കരൾ പ്രശ്നത്തിലാകുന്നു. ഇനി രോഗാവസ്ഥയെ നമുക്ക് എങ്ങനെ അതിജീവിക്കാം? ജീവിതശൈലി നിയന്ത്രണം ഏറെ പ്രധാനമാണ്. ചികിത്സയോടൊപ്പം ആരോഗ്യകരമായ ജീവിതശൈലി കൂടി ക്രമപ്പെടുത്തിയാൽ ഫാറ്റി ലിവർ നിയന്ത്രിക്കാൻ കഴിയും. ആഴ്ചയിൽ കുറഞ്ഞത് 5 ദിവസം 30 മിനിറ്റ് നേരമെങ്കിലും ശരീരം വിയർക്കും വിധത്തിൽ വ്യായാമം ചെയ്യുന്നത് പതിവാക്കണം. ഇതിനുള്ള ചികിത്സയായി ഭക്ഷണ നിയന്ത്രണം, ജീവിതശൈലി ക്രമീകരണം എന്നിവയാണ് പ്രധാനമായും നിർദ്ദേശിക്കുന്നത്. ഒപ്പം ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, അമിത കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിക്കുകയും
ഡോക്ടർ നിർദ്ദേശിക്കുന്ന ക്രമീകരണങ്ങളെ കൃത്യമായി പിന്തുടരുകയും എന്നതും പ്രധാനമാണ്. മരുന്നുകളിൽ സ്വയം മാറ്റങ്ങൾ വരുത്തുകയോ കഴിക്കാതിരിക്കുകയോ ചെയ്യരുത്. മദ്യപാനം പൂർണ്ണമായും ഉപേക്ഷിക്കുക. ചുവന്ന ഇറച്ചി ഉൾപ്പെടെയുള്ള ചില ഭക്ഷണ പദാർത്ഥങ്ങൾ നിർത്തുകയോ ക്രമീകരിക്കുകയോ ചെയ്യേണ്ടി വരും. ഡോക്ടർ നിർദ്ദേശിക്കുന്ന അളവിൽ വെള്ളം കുടിക്കുക, വ്യായാമം പിന്തുടരുക എന്നിവയും നിർബന്ധമാണ്.